ഇനിയിപ്പം രോഹിണി ചേച്ചി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എവിടെ പോയാലും ചിലപ്പോൾ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്നാലും നമ്മൾ മലയാളികൾക്ക് ആ നടനെ മറക്കാൻ പറ്റാത്തതുകൊണ്ടും അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. രഘുവരൻ സാറിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ല ഓർമ്മ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന എന്താണ്? രഘു ഈസ് എ വെരി ഗുഡ് മ്യൂസീഷ്യൻ. ചെറുപ്പത്തിലൊക്കെ ഒരു 10th സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ളപ്പോൾ ഗിറ്റാർ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ ഗിറ്റാർ വാങ്ങിച്ചു തന്നില്ല. എന്തിനാ നിനക്ക് അതൊക്കെ ആവശ്യമില്ല, നീ നല്ലോണം പഠിക്കുന്നൊക്കെ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തൻ്റെ ഒരു വളയെടുത്തിട്ട് തന്നിട്ട് ഇതെന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് വേണമെങ്കിൽ ആ പൈസ എടുത്തിട്ട് ഗിറ്റാർ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഗിറ്റാർ വാങ്ങിച്ചിട്ട് ദേ ഹാഡ് വൺ ഫ്രണ്ട്സൊക്കെ അവിടുത്തെ ഉള്ള ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് നോക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബാൻഡ്. അങ്ങനെ ഹി യൂസ് ടു പ്ലേ ഗിറ്റാർ. ആൻഡ് ദെൻ ലേറ്റർ ഒരു ആൽബം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഒരു 4.5 സോങ് വരെ ഇംഗ്ലീഷിൽ എഴുതി കമ്പോസ് ചെയ്ത് പാടി. പക്ഷെ ആ പാടിയതൊക്കെ ദാറ്റ് വാസ് ജസ്റ്റ് വൺ ഒരു ട്രയൽ മാതിരി. അതിന് പോയി പിന്നെ ഹി വുഡ് ഹാവ് ഗോൺ ടു the studio and would have recorded. ശരിക്കും റെക്കോർഡ് ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഹി പാസ്ഡ് അവേ. അപ്പോൾ അതിനെ ഞാനും ഋഷിയും അതിനെ വി തോട്ട് ഇത് ഉള്ള മ്യൂസിക്കിനെ അങ്ങനെ തന്നെ നമുക്ക് റിലീസ് ചെയ്യാം. ഉള്ള ഒരു 4 പാട്ടുകൾ. അതെ, അത് ഹിസ് ഫാൻസിന്റെ ആണ്, നമ്മുടെ അല്ല. ഫാൻസിന്റെ ആണ്. രഘുവിന്റെ എല്ലാമും ഫാൻസിന്റെ ആണ്. അപ്പോൾ ഞാൻ ആരായിരിക്കും ഇതിന് കറക്റ്റ് ആയിരിക്കുന്നത്? ദെൻ ഐ തോട്ട് ഓഫ് രജനികാന്ത്. രജനി സാറിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ നെക്സ്റ്റ് ഡേ ഹി കോൾഡ് അസ്. CD റിലീസ് ചെയ്തു. ആൻഡ് പക്ഷെ ഋഷി അതിന് എതിരായിരുന്നു. ഹിസ് പോയിന്റ് വാസ് ദാറ്റ് ഇറ്റ് ഈസ് അൺഫിനിഷ്ഡ്. ഹൗ കുഡ് യു റിലീസ് ഇറ്റ് എന്ന്. ഹി വാസ് വെരി യങ്, 16 years old ആ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നിനക്ക് മനസ്സിലാവില്ല, ഇനി നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷേ ഹി ഓൾസോ ഡിഡ് ദിസ് എന്നുള്ളത് എല്ലാവർക്കും അറിയണം. അതെ, അതേ ഒരു മ്യൂസിക് ലവർ ആണെന്നും മ്യൂസീഷ്യൻ ആണെന്നുള്ളതൊക്കെ. ഓക്കെ, ഇനി നമുക്ക് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊരു ഗെയിം കളിക്കാം. കാരണം ഒരു ഗെയിം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഉള്ളിലെ കുട്ടിത്തം കുറച്ചുകൂടി പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഓഡിയോ ആൻഡ് വീഡിയോ സെപ്പറേറ്റ് ആയിരിക്കും. ശരി, അതായത് ഓഡിയോയിൽ കേൾക്കുന്ന പാട്ടും വീഡിയോയിൽ വരുന്നതും വേറെ ആയിരിക്കും. സോ വിഷ്വൽ ഏതാണെന്നാണ് ചേച്ചി ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, വിഷ്വലിൽ വരുന്ന പാട്ട് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സമ്മാനം ഞാൻ തരും. പിന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരു ചെറിയ പണിഷ്മെന്റും ഉണ്ട്. അയ്യോ, കുട്ടിയൊരു പണിഷ്മെന്റും. റെഡി? ശരി, യെസ്. അപ്പോൾ നമ്മള് രോഹിണി ചേച്ചിയുടെ മെമ്മറി പവർ എത്രയുണ്ടെന്ന് ഇപ്പൊ അറിയാൻ പോവാണ്. നോക്കാം. പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. കായലൊന്ന് ചിരിച്ചാൽ കരയാകെ നീർമുത്ത്, ഓമലൊന്ന് ചിരിച്ചാൽ പൊട്ടിച്ചിരിക്കും പൊന്മുത്ത്. അതൊന്ന് കേൾക്കാം അല്ലേ? ആ ഒരു കായലൊന്ന് ചിരിച്ചാൽ കരയാകെ നീർമുത്ത്, ഓമലൊന്ന് ചിരിച്ചാൽ പൊട്ടിച്ചിതറും പൊന്മുത്ത്. അപ്പൊ നമ്മൾ നേരത്തെ പറയാം, ചേച്ചിക്ക് ഇൻഫാക്ച്വേഷൻ തോന്നിയ ആ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടത്. I was just 15. അതെ, ഒരു 15 അതുണ്ട്. ആ 15 വയസ്സുകാരിയുടെ ഒരു ക്യൂട്ട്നെസ് അതിലുണ്ട്. ഇനി അടുത്തത് നോക്കാം. ആരാത്രി. കിട്ടിയോ? കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലരുള്ളാൻ പോകും അഴകിന്നഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. അപ്പൊ 2 പോയിന്റ് കിട്ടി. ഇനി നോക്കാം, 3rd പോയിന്റിന് വേണ്ടിയുള്ള കടുത്ത മത്സരമാണ്. അടുത്തത് നോക്കാം. പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളി
മോഹം സംതിങ് നോ ഇല്ല. ട്രൈ ചെയ്ത് നോക്കൂ. മോഹം കണ്ടു ഞാൻ, അതല്ലേ? മോഹം കൊണ്ടു ഞാൻ ദൂരെ ഏതോ, അതാണോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാം. ലെറ്റ്സ് ലോക്ക് ഇറ്റ്. ലെറ്റ്സ് ലോക്ക് മോഹം കൊണ്ട് ഞാൻ. മോഹം കൊണ്ടു ഞാൻ ദൂരെയേതോ ഇളം പൂത്തനാൾ മധു തേടിപ്പോയി. അടിപൊളി. എനിക്കറിയായിരുന്നു, പക്ഷെ ഞാൻ വെറുതെ ചേച്ചി ഇനി എങ്ങനെ വേറെ പാട്ട് പറഞ്ഞാൽ ഒരു പോയിന്റ് കുറഞ്ഞാൽ എനിക്ക് എന്റെ പണിഷ്മെന്റ് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ 3 പോയിന്റ്സ് ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. ഇനി അടുത്തത് നോക്കാം. ജലജ. I don't know what is this song. എന്താണ്? കിട്ടില്ല. കേട്ടില്ല. കിട്ടിയില്ല. അപ്പൊ പക്ഷെ ജലജ ഇതും ഭയങ്കര ഒരു ഹിറ്റ് സോങ് ആണ്. അപ്പൊ എന്തായാലും തോൽവി സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് പാട്ട് കേൾക്കാം. യെസ്. ഉറക്കം കണ്ണുകളിൽ ഊഞ്ഞാലു കെട്ടുമ്പോൾ ഉദിക്കും നിൻമുഖം നെഞ്ചത്തിൽ. സക്സസ്ഫുൾ ആയിട്ട് തോറ്റു. എന്റെ പണിഷ്മെന്റ് എനിക്ക് എടുക്കാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ.